എടാ, നമുക്ക് ക്രിസ്റ്റിയെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. നമ്മളെല്ലാം കൂടിയിരുന്ന് ഉപദേശിച്ചവളുടെ തല പെരുപ്പിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ സിറിയക് സൈക്കാട്രിസ്റ്റ് എന്ന ബോർഡ് തൂക്കിയ വാതിലിലേക്ക് നോക്കി കാത്തിരിക്കുമ്പോൾ തലേ ദിവസം രാത്രി വൈകി തന്നെ വിളിച്ച് സ്റ്റെഫി പറഞ്ഞതായിരുന്നു റയാൻ ഓർത്തത്. ആ വാക്കിൻ്റെ പുറത്തായിരുന്നു ഇവിടേക്കുള്ള വരവ്. വന്നയുടൻ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം ക്രിസ്റ്റിയോട് തനിച്ച് സംസാരിക്കാൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോയതായിരുന്നു ഡോക്ടർ സിറിയക്. അവരെ വെയിറ്റ് ചെയ്തങ്ങനെ ഇരിക്കുമ്പോൾ റയാനും സ്റ്റെഫിയും വല്ലാത്ത പിരിമുറുക്കത്തിൽ തന്നെയായിരുന്നു. ഹലോ ഗെയ്സ്, ഇരുന്ന് മുഷിഞ്ഞോ? ഡോക്ടർ സിറിയക്കിൻ്റെ സ്വരമായിരുന്നു പരസ്പരം എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന റയാനെയും സ്റ്റെഫിയെയും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത്. തങ്ങൾക്കരികിൽ ചിരിയോടെ നിൽക്കുന്ന ഡോക്ടറെ കണ്ടതും അവരിരുവരുടെയും കണ്ണുകൾ തേടിയത് ക്രിസ്റ്റിയെയായിരുന്നു. ഡോൺ വറി, ഷീസ് ഫൈൻ, ഗാർഡനിലുണ്ട്. ഡോക്ടർ, അവൾക്ക്? ഏയ്, അവൾക്കൊരു പ്രോബ്ലവുമില്ലടോ. അവളിപ്പോൾ ഒരു നിഴൽ യുദ്ധം ചെയ്യുവാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹൃദയം കൊണ്ട് ഇല്ലാത്ത എന്തിനോടൊക്കെയോ പൊരുതി ജയിക്കാനുള്ള ശ്രമത്തിലാണവൾ. പക്ഷേ അങ്ങനെയൊന്നില്ല എന്നവളെ ബോധ്യമൊക്കെ തീരുന്ന പ്രശ്നങ്ങളെ ക്രിസ്റ്റിക്കുള്ളൂ. അതാണെങ്കിൽ നിസ്സാരമാണ് താനും. അതുകൊണ്ട് ഡോൺ വറി. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സിറ്റിംഗ് കൊണ്ട് തന്നെ അവൾ ഓക്കെ ആകും. സോ ഡോൺ വറി. നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള ഡോക്ടറുടെ ആ വാക്കുകൾ റയാനിലും സ്റ്റെഫിനും ചില്ലറയൊന്നുമായിരുന്നില്ല സമാധാനം നിറച്ചത്. അതവരുടെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടിയിരുന്നു. മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിനം. കളരിക്കൽ വീടൊരു ഉത്സവ പ്രതീതിയോടെ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. അകവും പുറവുമെല്ലാം അലങ്കരിച്ച് ഭംഗിയാക്കിയിരുന്നു. വീടൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ മുഖങ്ങളിലും സന്തോഷം നിറഞ്ഞ പുഞ്ചിരി കളിയാടിയിരുന്നു. ബാവയ്ക്കൊരു ഉമ്മ കൊടുത്തിട്ട് വേഗം വരണേന്ന് പറഞ്ഞേ. നിറപുഞ്ചിരിയോടെ പറഞ്ഞ ആമിയെ ഒന്ന് നോക്കിയിട്ട് വാമിമോൾ ജാസ്മിൻ്റെ വീർത്ത വയറിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവളുടെ ഭാഷയിൽ വേഗം വരണേന്ന് പറഞ്ഞു. അയ്യടാ, അവളുടെ നാണം നോക്കിയടി. പറഞ്ഞത് നാണത്തോടെ ചിരിച്ച കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് മടിയിൽ വച്ചുറുകെ പുണർന്നിരുന്നു കീർത്തി. അവളുടെ ചുണ്ടുകൾ തൻ്റെ കവളിൽ അമരുന്നതും കൈകൾ വയറിൽ ഇക്കിളിയിടുന്നതും അറിഞ്ഞ് ആ കുഞ്ഞിപ്പെണ്ണ് അവളുടെ കയ്യിൽ കിടന്നുച്ചത്തി പൊട്ടിച്ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്ന പലരും ആ ചിരി കണ്ട് ആ മാലാഖ കുഞ്ഞിനെ നോക്കി പുഞ്ചിരിച്ചു. അതിനെ ഞെക്കി പൊട്ടിക്കല്ലേ കീത്തു നീ, ചിരിയോടെ ആമി പറഞ്ഞെങ്കിലും കീത്തു കൊതി തീരാത്തതുപോലെ ആ കുഞ്ഞിപ്പെണ്ണിനെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. പൊട്ടിയാലും കുഴപ്പമില്ല, ഇവളെയൊന്ന് ഞാൻ കടിച്ചു തിന്നും. കുഞ്ഞിൻ്റെ വയറിൽ മുഖമിട്ട് ഉരസിക്കൊണ്ട് കീർത്തി ചിരിച്ചു. വേണ്ട, ഞാൻ ചിന്നല്ലേന്ന് പാഞ്ഞേ ആമി. കീച്ചു, ചിന്നല്ലേ? പൊട്ടിച്ചിരിക്കപ്പോൾ ആമി വിളിച്ചു പറഞ്ഞു. ആ, വീണ്ടും പേര് വിളിക്കുന്നു. കീത്തു, തിന്നടി അവളെ. ജാസ്മിനും കൂടി പറഞ്ഞതും കീത്തു വായ മുഴുവൻ തുറന്നവളെ കടിക്കാൻ ചെല്ലും പോലെ ചെന്നു. ജാസുവിനെ കഴിച്ചോ? വാമി വീണ്ടും മോണകാട്ടി ചിരിച്ചു. നീ കണ്ടോടി വഴക്കാളി, ജാസുവിൻ്റെ വാവയങ്ങ് വരട്ടെ, അന്നേരം നിന്നെ ഞങ്ങളുകൊണ്ട് ദൂരെ കളയുമടി. ഇല്ല, ഞാൻ പോവില്ല. ഡാഡ പടയും, തല്ലും കീത്തു. കെറുവിച്ച മടിയിൽ നിന്നും ഇറങ്ങി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് ഓടിപ്പോകുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് ജാസ്മിനും കീത്തുവും ആമിയെ നോക്കി. അവളത് ഏത് ഭാഷയാടി മണഞ്ഞുകൊണ്ട് പോയത്? നീ കൊണ്ട് കളയുമെന്ന് പറഞ്ഞത് ഡാഡയോട് പറഞ്ഞ് നിന്നെ തല്ലിക്കുമെന്നാ പറഞ്ഞത്. അടി പാവി. വായും പൊളിച്ചിരുന്നുള്ള കീത്തുവിൻ്റെ പറച്ചിൽ കേട്ട് ആമിയും ജാസ്മിനും ചിരിച്ചു. ആ, ഇവിടെ വന്ന് നിൽക്കുവാണോ മൂന്നും കൂടി? നിന്നോടിങ്ങനെ നിൽക്കരുതെന്ന് എവിടെയും ഇരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അവൾക്കരിയിലേക്ക് വന്ന റൂബി ജാസ്മിൻ്റെ നേർക്ക് കണ്ണുരുട്ടി. ഇരുന്ന് നടുവ് കഴിച്ചപ്പോൾ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചിട്ടാ മമ്മി. ഒത്തിരി നിൽക്കുകയും നടക്കുകയുമൊക്കെ നടന്നാൽ കാലിൽ നീര് വരും. പിന്നെ നാളെ പള്ളിയിൽ വരാനൊക്കത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മമ്മി. ഞാനും ഇവളുമാരുടെ കൂടെ സാരിയൊക്കെ എടുത്തു വച്ചേക്കുവാ. അത് ഉടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ, ജാസ്മിൻ വെപ്രാളത്തോടെ പറഞ്ഞു. ആ, അതിനാ പറഞ്ഞത് എവിടെയെങ്കിലും പോയിരുന്ന് റെസ്റ്റ് എടുക്കാൻ. ഇല്ലെങ്കിൽ നാളെ എല്ലാവരും പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. ഞാനിരുന്നോളാം മമ്മി. ആ, എന്നാ നിനക്ക് കൊള്ളാം. മോളെ ആമി, ജെസ്സി എന്തിയേ? മോളിലുണ്ട് മമ്മി, ആദൂനെ ഒരുക്കുക. ആ, ഇവർക്ക് കുഞ്ഞിനെ ഒന്ന് കാണാനായിരുന്നു. ഡാഡിയുടെ പേപ്പൻ്റെ മരുമോളായത് ഗ്രേസി ആൻറ്റി. ഇതവളുടെ മോളാ ലീന. ഗ്രേസിക്ക് അറിയത്തില്ലയോ ആമി മോളെ? പിന്നെ റയാൻ്റെ പെണ്ണല്ലയോ? ഞാൻ കണ്ടിട്ടുണ്ട്. കുഞ്ഞെന്തിയേ മോളെ? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു ആൻറ്റി, ഇപ്പോൾ ഇച്ചായൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട്. ആമി ചിരിയോടെ പറഞ്ഞു. ആ മോളെ കീത്തു, നീ അവരെ ഒന്ന് ജെസ്സിയുടെ മുറിയിലോട്ടാക്കിയേക്ക്. വൈ നോട്ട് മമ്മി, അത് ഞാൻ ഏറ്റു. ആൻറ്റി വായോ. കീത്തു അവരെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നത് നോക്കിയൊന്ന് ചിരിച്ചിട്ട് റൂബി വീണ്ടും തിരക്കുകളിലേക്ക് ഊളിയിട്ടു. ജെസ്സിക്കും റോബിനും ഉണ്ടായത് ഒരു കുഞ്ഞു കുറുമ്പനായിരുന്നു. ആദം റോബിൻ പോൾ എന്ന എല്ലാവരുടെയും ആദു. അവനിപ്പോൾ ഒരു വയസ്സാവാറായിട്ടേയുള്ളൂ. കളരിക്കൽ വീടിൻ്റെ സ്പന്ദനം തന്നെ ഇപ്പോൾ ഈ രണ്ട് കുരുന്നുകൾ മാത്രമാണെന്ന് പറയേണ്ടി വരും. ദാദാ. ഉച്ചത്തിലുള്ള വാമിയുടെ വിളി കേട്ടതും ആരോടോ സംസാരിച്ചുകൊണ്ട് മുറ്റത്തെ പന്തലിൽ നിൽക്കുവായിരുന്ന റയാൻ ചിരിയോടെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആ കുട്ടിക്കുറുമ്പി അവൻ്റെ അരികിലേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. വീഴല്ലേ കുഞ്ഞാ. അവൾ വീഴുമോ എന്ന ഭയത്തിൽ റയാൻ വേഗം ഓടിച്ചെന്നവളെ വാരിയെടുത്തു.
ഡാഡ പറഞ്ഞിട്ടില്ലേ ഓടരുത് വീഴുമെന്നും. മാമി അതിന് മറുപടിയൊന്നും പറയാതെ അവനെ നോക്കി മോണ കാട്ടി ചിരിച്ചു. ചിരിച്ചു മയക്കണ്ട നീ. എന്തിനാ ഡാഡയുടെ പൊന്ന് ഓടിയ? വാ ദാദേ, കീത്തു തല്ലി. ദാദ കീത്തു തല്ലി. അയ്യോ, അതെന്തിനാ ഇപ്പൊ കീത്തുവിനെ തല്ലുന്നേ? അവള് പറഞ്ഞു ജാസ്മിന്റെ വാവ വന്നാൽ ഇതിനെ ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയുമെന്ന്. കുഞ്ഞിന്റെ പുറകെ വന്ന ആമി വിശദീകരിച്ചു. ആഹാ, അവൾ എൻ്റെ കുഞ്ഞിനെ കളയുമെന്ന് പറഞ്ഞോ? അവൾ അത്രയ്ക്കായോ? ഡാഡി ഇന്ന് അവളെ ശരിയാക്കുന്നുണ്ട്. എവിടെ അവൾ? ദോ. റയാന്റെ പറച്ചിൽ കേട്ടതും കീർത്തി മുകളിലുണ്ടെന്ന് കാണിക്കാനായി വാമി സ്റ്റെയർകേസിന് നേരെ വിരൽ ചൂണ്ടി. ആ, ഡാഡ വരട്ടെ കേട്ടോ, അവളെ അടിച്ചു പൊടിയാക്കി പറത്തി വിട്ടേക്കാം. അവൻ പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അത് കണ്ട് മനസ്സ് നിറഞ്ഞ് റയാൻ അവളുടെ കവളിൽ അമർത്തി മുത്തി. സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ ക്ഷണിച്ചിട്ടുള്ള അതിഥികളൊക്കെ കളരിക്കിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. കണ്ണഞ്ചിക്കുന്ന ദീപാലങ്കാരങ്ങളും പാട്ടും നൃത്തവും ഒക്കെയായി ഒരു ഉത്സവത്തിന്റെ പ്രതീതി തന്നെയായിരുന്നു അവിടെ. വീട്ടുകാരെല്ലാം അതിഥികളെ സ്വീകരിക്കുന്ന തിരകിൽ മുഴുകിയിരുന്നു. നാളുകൾക്ക് കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷത്തിൽ അവരെല്ലാം മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കുകയായിരുന്നു. പൂള് നല്ല രീതിക്ക് കാശിറക്കിയാണല്ലോ കളിക്കുന്നത്. പിന്നല്ലാതെ. ഒരേ സമയം 2 പെങ്കൊച്ചുങ്ങളെ ഒരുപോലെ കെട്ടിച്ചു വിടണമെങ്കിൽ കാശിറക്കാതെ പറ്റുമോ? അല്ല, അവർക്കിപ്പോൾ ഒരേ സമയം 2 അല്ല 20 പെങ്കൊച്ചുങ്ങളെ വേണമെങ്കിലും കെട്ടിച്ചു വിടാമല്ലോ. അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടില്ലയോ? കാരണവന്മാരായിട്ട് പണച്ചാക്കുകളാ കളരിക്കലുകാര്. പിന്നെ പോളിന്റെ കാലം വന്നപ്പോൾ അവനും ഒട്ടും മോശമല്ലായിരുന്നു. കൊയ്ത് കയറ്റുമല്ലായിരുന്നോ? പിന്നെ ഇപ്പോൾ മക്കളായപ്പോൾ അവരും ഒട്ടും പിന്നോട്ടല്ലെന്നാ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ. ഒരെണ്ണം പിഴച്ചു പോയാലെന്നാ ബാക്കിയെല്ലാം ആരും കൊതിക്കുന്ന പിള്ളേരാ. കാശിന്റെ കാര്യത്തിലായാലും സ്വഭാവത്തിലായാലും. അല്ലടവേ, പോളിന് 3 ആണും 1 പെണ്ണുമല്ലായിരുന്നോ ഉള്ളത്? പിന്നിപ്പോൾ കെട്ടിച്ചു വിടാൻ പോകുന്ന ഈ 2ാമത്തെ പെങ്കൊച്ചേതാ? അതിനെ അവര് ദത്തെടുത്ത് വളർത്തിയതല്ലയോ? 4 എണ്ണം ഉണ്ടായിട്ട് പോരാഞ്ഞിട്ടാണോ ദത്തും കൂടി എടുത്തത്? ദത്തെടുത്ത് വളർത്തിയൊന്നുമല്ലടോ. അതിനെ ഇവരൊന്നുമല്ല വളർത്തിയത്. അതേതോ മഠത്തിലെങ്ങാണ്ടാ വളർന്നതാ. പിന്നെ ഇവരുടെ കയ്യിലെത്തിയ കഥയൊക്കെ ഈ നാട്ടിൽ പാട്ടാ. ആ, അതെന്നാലും ആ പെങ്കൊച്ചിപ്പോൾ കളരിക്കൽ പോളിന്റെ മകളാ. ആഘോഷങ്ങൾക്കിടയിൽ കളരിക്കൽ തറവാട്ടിലെ അടുക്കള രഹസ്യങ്ങൾ പോലും ആളുകൾക്കിടയിൽ ചർച്ചാവിഷയമായി കൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും അവരെ ആരെയും ബാധിച്ചതേയില്ല. അവർക്കൊക്കെ നാളെ നടക്കാനുള്ള കെട്ടുകല്യാണത്തിന്റെ തിരക്കിലും തിമിർപ്പിലുമായിരുന്നു. ഇച്ചായ എണീക്കുന്നുണ്ടോ? താഴെ എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. ആമി മോളെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നുറങ്ങുന്നതിന്റെ പുറത്ത് പിടിച്ചു കുലുക്കിക്കൊണ്ട് ആമി വിളിച്ചു കൊണ്ടേയിരുന്നു. ആ, കൊച്ചിനെ ഉണർത്തലേടി പുല്ലേ. സമയം എന്നായി? മണി 4 കഴിഞ്ഞു. വെളുപ്പിന് പള്ളിയിൽ പോകാൻ നിങ്ങളും കൂടി ചെല്ലണമെന്നല്ലയോ ചേട്ടായി പറഞ്ഞത്? മറന്നോ? ഞാൻ മറന്നിട്ടൊന്നുമില്ല. ദാ എണീക്കുക. പറഞ്ഞതും റയാൻ പതിയെ കുഞ്ഞിന്റെ മേലുള്ള പിടിവിട്ട് അവിടെ കിടന്നു തന്നെയൊന്ന് മോരി നിവർത്തിയിട്ട് പതിയെ എഴുന്നേറ്റു. പിന്നെ പതിയെ ആമിയെ ഒന്ന് നോക്കിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് ബെഡിൽ നിന്നും എണീറ്റു. നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകുക അച്ചായ? ആമി മിഴിച്ചു നിന്നുകൊണ്ട് ചോദിച്ചെങ്കിലും റയാൻ അതിന് മറുപടി പറയാതെ കുഞ്ഞിനെ കൊണ്ട് പതിയെ ബേബി ബെഡിലേക്ക് കിടത്തി. അതോടെ അപകടം മണത്ത ആമി പതിയെ ബെഡിൽ നിന്നും എണീറ്റു. ഇച്ചായ, നീ എങ്ങോട്ടാടി കുരുട്ടെ ഈ ഓടാൻ പോണത്? ഇന്നലെ രാത്രി പാർട്ടിയുടെ ക്ഷീണമാണെന്നും പറഞ്ഞ് നീ എന്നെ ചവിട്ടുകയും കുത്തുകയും ചെയ്തപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞതാ ഇത് നിനക്ക് നല്ലതിനല്ലെന്ന്. പക്ഷേ നീ കേട്ടില്ല. അതുകൊണ്ടിപ്പോൾ പൊന്നുമോള് ഇച്ചായനോട് സഹകരിച്ചേ പറ്റൂ. പറഞ്ഞതും ആമിയെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടവളുടെ കഴുത്തടിയിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആ ഇച്ചായ, പള്ളി പോണ്ടേ? അവൻ്റെ സ്പർശനത്തിൽ തന്നെ പൂത്തുലഞ്ഞെങ്കിലും നേരം പോയാലോ എന്ന ഭയം കൊണ്ട് ആമി അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ഹൃദയവും ആ നേരത്ത് അവനെ മോഹിച്ചിരുന്നത് കൊണ്ടോ എന്തോ ആ പ്രതിഷേധങ്ങൾ തീർത്തും ദുർബലമായിരുന്നു. പള്ളിയുടെയും പട്ടത്തിൻ്റെയും കാര്യമൊക്കെ പറഞ്ഞു മൂട് കളയല്ലേ ആമിക്കുട്ട. അത്രമേൽ പ്രണയാതുരമായ അവൻ്റെ ആ സ്വരം കാതു തുളച്ചതും ആമി പൂർണ്ണമായും അവന് വിധേയപ്പെട്ടു പോയിരുന്നു. അവളുടെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. വിരലുകൾ പുറമേനിൽ പോറലുകൾ വീഴ്ത്തി. പക്ഷേ ആ ചെറുനോവ് പോലും റയാൻ അവളിലേക്ക് പടർന്നു കയറാനുള്ള ആവേശം കൂട്ടുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതിഫലനം പോലെ ഭ്രാന്തമായ ആവേശത്തോടെ അവനവളെ മുറുകെ പുണർന്നുകൊണ്ട നനുത്ത അധരങ്ങളെ നുണഞ്ഞെടുത്തു. ഒപ്പം തന്നെ അവൻ്റെ കൈകൾ അവളുടെ ഉടലിലൂടെ എന്തോ തിരിഞ്ഞലഞ്ഞു. അവൻ്റെ ഓരോ സ്പർശനവും ആ പെണ്ണിനെ വികാരത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിക്കുന്നതായിരുന്നെങ്കിലും ചൊടികൾ അവൻ്റെ അധരങ്ങളാൽ ബന്ധിതമായിരുന്നതുകൊണ്ട് നേർത്ത മൂളലുകൾ മാത്രമേ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നുള്ളൂ. തൻ്റെ ഓരോ ചുംബനത്തിനും പൊള്ളിപ്പിടയുന്ന പെണ്ണിനെ കിടക്കയിലേക്ക് ഇട്ട് അവളിലേക്ക് ചായുമ്പോൾ ആദ്യ സംഗമത്തിലെന്ന പോലെ തന്നെ അവളിൽ പുതുമകൾ തേടുകയായിരുന്നു റയാൻ. അവളെ അറിഞ്ഞിട്ടുള്ളതിന് കണക്കില്ലെങ്കിലും ഇന്നും അവളോടുള്ള തൻ്റെ കൊതിയും മതിയും അടങ്ങിയിട്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് റയാൻ അവളുടെ പെൺമയിലേക്ക് ഒരിക്കൽ കൂടി ഊളിയിട്ടു. അവൻ്റെ ചലനങ്ങൾക്കൊപ്പം വികാരതീവ്രമായ ആമിയുടെ തേങ്ങലുകൾ ആ മുറിക്കുള്ളിൽ അലയടിച്ചു. അവനെ തൻ്റെ ഉടലിലേക്ക് കൂടുതൽ കൂടുതൽ പിടിച്ചണച്ചുകൊണ്ട് വിളിക്കുമ്പോൾ ആമിയുടെ അടഞ്ഞ മിഴികൾ നീർപ്പൊഴിച്ചിരുന്നു. ഒടുവിൽ മോഹങ്ങൾ പെയ്തൊഴിഞ്ഞ് തളർച്ചയോടെ തന്നിലേക്ക് തന്നെ കുഴഞ്ഞു വീണവനെ
മുറുകെ പുണർന്നവൾ മിഴികൾ പൂട്ടുമ്പോൾ ഒരിക്കൽ കൂടി പൂർണ്ണമാക്കപ്പെട്ടതിൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു അവരിരുവരുടെയും ചൊടികളിൽ. ഇച്ചായ. ഏറെ നേരത്തിന് ശേഷം നേർത്തൊരു ആലസ്യത്തോടെ അവൻ്റെ മാറിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ ആമി വിളിച്ചു. എണീക്കണ്ടേ? പക്ഷേ നിന്നെ ഇങ്ങനെ വിട്ടിട്ട് എണീക്കാൻ തോന്നുന്നില്ല. നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൊച്ചേ. അയ്യടാ, കെട്ടിപ്പിടിച്ച് സമാധാനമായിട്ട് കിടക്കാൻ പറ്റിയ സമയവും തന്നെ. എണീറ്റ് കുളിക്കാൻ നോക്കിക്കേ ഇച്ചായ. നീ എന്ത് ദുഷ്ടയാടി. തൽക്കാലം ഞാനിത്തിരി ദുഷ്ടയാ. മലന്ന് കിടക്കുന്ന തൻ്റെ മാളിലെ നഗ്നതയിൽ മുഖമിട്ട് ഉരസി കിടക്കുന്ന റയാൻ്റെ തലയിൽ പതിയെ തഴുകിക്കൊണ്ടവൾ പറഞ്ഞത്. അവൻ തലയൽപ്പം ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്തേ? ആമി അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചു. കൊച്ചിന് ഇച്ചായനൊരു സമ്മാനം തരട്ടെ? ഇച്ചായ, കടിച്ചാലുണ്ടല്ലോ. അവൻ്റെ കുസൃതിച്ചിരിയിൽ നിന്ന് തന്നെ കാര്യം കത്തിയ ആമി അവനെ തള്ളി മാറ്റാനൊരു ശ്രമം നടത്തിയെങ്കിലും അതിനു മുന്നേ അവളുടെ ഇടതുമാളിലെ തുടുപ്പിൻ്റെ അവൻ്റെ വായ്ക്കുള്ളിലായിരുന്നു. റയാൻ അവയ്ക്ക് ചുറ്റും നാവ് കൊണ്ട് അമർത്തി തടവിയതും കറണ്ട് അടിച്ചതുപോലെ ആമിയൊന്ന് പിടഞ്ഞു. തൊട്ടടുത്ത നിമിഷം റയാൻ അതിൽ അമർത്തി കടിച്ചു. അതെ, ഇനി ഇതൊക്കെ കഴിയുന്നവരെയും ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും. അന്നേരം കൊച്ചിച്ചായനെ മിസ് ചെയ്തായിരിക്കാനാ ഇത്. പറഞ്ഞിട്ട് തൻ്റെ തൊടികളെയും ഒന്ന് ഉണഞ്ഞു വിട്ടിട്ട് എണീറ്റ് പോകുന്നവനെ നോക്കിക്കിടക്കുമ്പോൾ നൊമ്പരത്തിനിടയിലും ആമി ചിരിച്ചു പോയിരുന്നു. നേരം പുലർന്നപ്പോൾ മുതൽ എല്ലാവരും കല്യാണ തിരക്കുകളിലേക്ക് ഊളിയിട്ടിരുന്നു. പോളും റോബിനും റയാനും സ്റ്റെഫിനും നന്ദനുമെല്ലാം തന്നെ ഓരോരോ കാര്യങ്ങളുമായി തിരക്കിലായിരുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ രാവിലെ വീട്ടിലേക്ക് വരുന്നവരെ സ്വീകരിക്കാനും കല്യാണ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുമൊക്കെയായി ഓടി നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ അവരുടെ മേക്കപ്പ് കാര്യങ്ങളിലേക്കും അവർ ശ്രദ്ധ കൊടുത്തിരുന്നു. കല്യാണത്തിന് കുടുംബത്തിലുള്ളവർക്കെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ആണുങ്ങൾക്കെല്ലാം ക്രീം കളർ കുർത്തയും കസവും മുണ്ടുമായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾക്കെല്ലാം ക്രീം ആൻഡ് ലാവണ്ടർ കളർ ക്രീമിലെ ഡിസൈനർ സാരിയായിരുന്നു ധരിച്ചിരുന്നത്. 9 മണിക്ക് പള്ളിയിലേക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും കളരിക്കലെ വിശാലമായ ഹാളിൽ ഒത്തുകൂടിയിരുന്നു. അപ്പോഴേക്കും ഒരുക്കമെല്ലാം കഴിഞ്ഞ് കല്യാണ പെണ്ണുങ്ങളും അവിടേക്ക് വന്നിരുന്നു. ക്രീമിൽ പിങ്ക് ഷെയ്ഡ് വരുന്ന സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത മനോഹരമായ പട്ടുസാരിയായിരുന്നു റോണയും ക്രിസ്റ്റിയും ധരിച്ചിരുന്നത്. ആഭരണങ്ങളാണെങ്കിലും ഇരുവർക്കും ഒരേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കഴുത്തിലൊരു ഡയമണ്ട് നെക്ലേസും കൈകളിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത ഓരോ വളകളും അതിന് മാച്ചിങ് സ്റ്റഡും മാത്രമായിരുന്നു ഇരുവരും അണിഞ്ഞിരുന്നത്. ആ വേഷത്തിൽ അവരിരുവരും അതീവ സുന്ദരികളായിരുന്നു. വീട്ടിൽ വച്ച് എല്ലാവർക്കുമൊപ്പമുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് കുടുംബത്തിലുള്ളവരെല്ലാം ചേർന്നുള്ള കുടുംബ പ്രാർത്ഥനയിലേക്കായിരുന്നു കടന്നത്. അപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആ നിമിഷങ്ങളൊക്കെയും മനോഹരമായി ക്യാമറയിൽ പകർത്തിയിരുന്നു. ഇനി എല്ലാവർക്കും സ്തുതി കൊടുത്തിറങ്ങാൻ നോക്കുമക്കളെ, നേരം പോകുക. പിന്നീടെല്ലാം അതിവേഗമായിരുന്നു നടന്നത്. റോണയും ക്രിസ്റ്റിയും വീട്ടിലുള്ളവർക്കും പിന്നെ അടുത്ത ബന്ധുക്കൾക്കുമൊക്കെ സ്തുതി കൊടുത്ത് അവരുടെ എല്ലാം അനുഗ്രഹം വാങ്ങി. മണവാട്ടിമാർ രണ്ടുപേരും ഒരു കാറിൽ തന്നെയായിരുന്നു പള്ളിയിലേക്ക് പുറപ്പെട്ടത്. അവർക്ക് തുണയായി നാത്തൂന്മാരായ ആമിയും ജെസ്സിയും ഉണ്ടായിരുന്നു. അവർ പള്ളിയിലെത്തുമ്പോഴേക്കും വരന്മാരായ ജോയലും സോഹനും അവരുടെ കുടുംബങ്ങളും എത്തിയിരുന്നു. പിന്നെ ഒരുമിച്ചുള്ള ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞായിരുന്നു വധൂവരന്മാർ പള്ളിക്കകത്തേക്ക് കയറിയത്. അവിടെയും ചടങ്ങുകളെല്ലാം ഭംഗിയായി തന്നെ പൂർത്തിയാക്കി. സോഹൻ റോണയുടെയും ജോയൽ ക്രിസ്റ്റിയുടെയും കഴുത്തിൽ മിന്നു ചാർത്തി മന്ത്രകോടി കൊടുത്തവരെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. ഒരേ സമയം തങ്ങളുടെ 2 മക്കളും വിവാഹിതരായ ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയായ പോളും റൂബിയും ആനന്ദ കണ്ണീരോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഒത്തിരി സങ്കടപ്പെടുകയും വേദനിക്കുകയുമൊക്കെ ചെയ്തതാ ഞങ്ങളുടെ കൊച്ച്. ഇനി അവളെ കരയിക്കല്ലേ മോനെ. റോണയെ യാത്രയാക്കിയിട്ട് വന്ന് ക്രിസ്റ്റിയുടെ കൈ പിടിച്ച് ജോയലിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുമ്പോൾ പോളിൻ്റെ സ്വരമിടറിയിരുന്നു. ജന്മം കൊടുത്തില്ലെങ്കിലും കൈപിടിച്ച് വളർത്തിയില്ലെങ്കിലും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് മാത്രം തങ്ങൾക്ക് മകളായ പെൺകുട്ടിക്ക് വേണ്ടി കണ്ണു നിറയ്ക്കുന്ന ആ മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ജോയലിന് അവരോട് അതിയായ സ്നേഹം തോന്നിപ്പോയിരുന്നു. കരയിക്കാനല്ല ഡാഡി, ഇത്രയൊക്കെ കഷ്ടപ്പെട്ടും കാത്തിരുന്നും ഞാനവളെ സ്വന്തമാക്കിയത്. എൻ്റെ നെഞ്ചിലെ പ്രാണൻ പോകും വരെ ഞാനുണ്ടാവും അവൾക്ക്. അത്രമേൽ ഉറപ്പോടെ അവനവൾക്ക് വാക്ക് കൊടുത്തു. ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷിയായി ആ മനുഷ്യർക്ക് നടുവിൽ നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് ക്രിസ്റ്റിയുടെ ഹൃദയം വിങ്ങുവായിരുന്നു. വർഷങ്ങളോളം താൻ ശിരസിൽ പേറിയ അനാഥത്വവും ഒറ്റപ്പെടുത്തലുമെല്ലാം ഒന്നിച്ചു നിന്ന് മായ്ച്ചു കളഞ്ഞ ആ മനുഷ്യരാൽ ചുറ്റപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ഈയൊരു നിമിഷം സമ്മാനിക്കാൻ വേണ്ടിയായിരുന്നു മാതാവേ നീ ഇത്രമേൽ വേദനകൾ തന്നിരുന്നതെന്ന് പോലും പെണ്ണിൻ്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അനുഭവിച്ചു തീർത്ത വേദനകൾക്കൊടുവിൽ കണ്ണുനീരിനൊടുവിൽ ഈശ്വരന്മാർ തനിക്കായി കാത്തുവെച്ച സന്തോഷങ്ങൾക്ക് മുന്നിൽ ആഹ്ലാദം കൊണ്ട് വിങ്ങുന്ന ഹൃദയത്തോടെ അവൾ കണ്ണീർ പൊഴിച്ചു. ഇവളിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മോള് തന്നെയാ. അതുകൊണ്ട് ചുമ്മാ കരഞ്ഞ് കൊച്ചിനെ വിഷമിപ്പിക്കാതെ സന്തോഷമായിട്ട് അതിനെ പറഞ്ഞയക്കു പോളെ. ജോയലിൻ്റെ വല്യപ്പപ്പ വന്ന് പറഞ്ഞതും പോൾ ചിരിച്ചുകൊണ്ട് ക്രിസ്റ്റിയുടെ തലയിലൊന്ന് തഴുകി. പോയേച്ചു വാ മോളെ.
ക്രിസ്റ്റി ഒരിക്കൽ കൂടി കർമ്മം കൊണ്ട് തനിക്ക് മാതാപിതാക്കളും സഹോദരങ്ങളുമായ ആ മനുഷ്യരോട് യാത്ര പറഞ്ഞിട്ട് യോയലിനൊപ്പം കാറിലേക്ക് കയറി. ആ കാർ തങ്ങളിൽ നിന്നും അകന്നു പോകുമ്പോൾ തങ്ങളുടെ മകനെ ഹൃദയത്തിൽ പേറിയെന്ന് തെറ്റുകൊണ്ട് മാത്രം തകർന്നടിഞ്ഞൊരു പെൺകുട്ടിയെ വീണ്ടെടുക്കാനും അവൾക്കൊരു ജീവിതം കണ്ടെത്തി കൊടുക്കാനും കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയിൽ ആ കുടുംബത്തിലുള്ളവർക്കെല്ലാം നിറഞ്ഞു പുഞ്ചിരിച്ചു. അതിനിടയിലും റൂബിയുടെ നനഞ്ഞ മിഴികൾ പള്ളി സെമിത്തേരിയിലേക്ക് നേരെയൊന്ന് പാളി വീണു. വിധി പിഴച്ചില്ലായിരുന്നെങ്കിൽ ഇന്നവൾ തൻ്റെ മകൻ്റെ കൈപിടിച്ച് കളരിക്കിലേക്ക് വരേണ്ടവരായിരുന്നില്ലേ എന്ന ചിന്തയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ മനുഷ്യൻ എന്തൊക്കെ മോഹിച്ചാലും ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഓരോ മനുഷ്യരുടെയും വിധി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാതെ പറയും പോലെ പോൾ അവരെ ചേർത്ത് പിടിച്ചു. വാവേ, ജാസു ബിങ്ങി. രാത്രിയിൽ വാമി മോളെ ഉറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജാസ്മിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവയുടെ കാര്യം വന്നപ്പോൾ വാമി കണ്ണുകൾ വിടർത്തി പറയുന്നത് കേട്ട് ആമിയും റയാനും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. വാവേ, ജാസു വിഴുങ്ങിയതൊന്നുമല്ലെൻ്റെ കുഞ്ഞെ. പിന്നെ പറഞ്ഞു കൊടുക്കടി. അമ്മയുടെ മോളുടെ വർത്താനം കേട്ടിരിക്കുകയായിരുന്ന റയാൻ ആമിയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെങ്ങനെ അമ്മി? വാമി വിടാൻ ഭാവമില്ലാത്തതുപോലെ ചോദിച്ചു. അതേ, ജാസു ഈശോപ്പയോടും ഉണ്ണിക്കണ്ണനോടും പ്രാർത്ഥിച്ചപ്പോഴേ അവര് കൊടുത്തതാ ജാസുവിൻ്റെ വയറ്റിലൊരു കുഞ്ഞാവ. എന്നാ അമ്മയും പാത്തിരിക്ക് ഈശോപ്പയോടും ഉണ്ണിക്കണ്ണനോടും. അപ്പോൾ അമ്മയുടെ വയറ്റിലും കുന്നാവ വെക്കുമല്ലോ. അപ്പോൾ വാമിക്ക് കുന്നാവയുടെ കൂടെ വെക്കാമല്ലോ. കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി പ്രതീക്ഷയോടെയുള്ള കുഞ്ഞിൻ്റെ പറച്ചിൽ കേട്ടതും ആമി സ്വയം തലയിൽ കൈവച്ചു. അത് കണ്ട് ചിരി പൊട്ടിയെങ്കിലും റയാൻ അത് അടക്കിക്കൊണ്ട് കുഞ്ഞിനെ എടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തി. അതേ, അമ്മി പ്രാർത്ഥിച്ചാൽ മാത്രം കുഞ്ഞാവ കിട്ടൂല. പിന്നെ വാമിയുടെ കുഞ്ഞിക്കണ്ണുകൾ ആകാംക്ഷ തിങ്ങി. അമ്മി പ്രാർത്ഥിക്കുമ്പോൾ അതാരും കാണാൻ പാടില്ല. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. എന്നാലേ ഈശോപ്പയും ഉണ്ണിക്കണ്ണനും സന്തോഷമാവും. അതുകൊണ്ട് നമുക്ക് വേഗം കിടന്നുറങ്ങാം. എന്നാലേ പെട്ടെന്ന് കുഞ്ഞാവ കിട്ടും. അപ്പോൾ വാമി ഉറങ്ങനോ? പിന്നെ വാമിയ ആദ്യം ഉറങ്ങേണ്ടത്. ഇല്ലേ ഒന്നും നടക്കൂല. ആണോ? എന്നാ നമുക്ക് ഉറങ്ങാവേ. പറഞ്ഞതും കുഞ്ഞു പെണ്ണവൻ്റെ മടിയിൽ നിന്ന് ഓർന്നിറങ്ങി ബെഡിലേക്ക് കിടന്ന് കണ്ണുകൾ ഇറുക്കിപ്പൂട്ടി. ഇങ്ങനെയൊരു കുരുത്തം കെട്ട മനുഷ്യൻ. ഇരുവരുടെയും ചെയ്തികൾ നോക്കിയിരുന്ന ആമയവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പിറുപിറുത്തു. ഇരുന്ന് കണ്ണുരുട്ടാതെ ഈ കുരുപ്പിനെ ഉറക്കാൻ നോക്കടി ഉണ്ടക്കണ്ണി. ദേ മനുഷ്യ, നീ ചുമ്മാ പ്രാർത്ഥിച്ച് കഷ്ടപ്പെടുമെന്ന് വേണ്ടടി. നിനക്കെത്ര വാവ വേണേലും ഇച്ചായം തരൂലേ? നീ കൊച്ചിനെ ഒന്ന് ഉറക്കിയിട്ട് വാന്ന്. വഷളം ചിരിയോടെ റയാൻ പറഞ്ഞത് കേട്ടതും ചുവന്നുപോയ മുഖമവനിൽ നിന്ന് ഒളിപ്പിക്കാൻ വേണ്ടി ആമി വേഗം കുഞ്ഞിനരിയിലേക്ക് ചരിഞ്ഞു കിടന്നവളെ ചേർത്ത് പിടിച്ചവളെ തട്ടി ഉറക്കാൻ തുടങ്ങി. അതേ, കൊച്ചിനെ മാത്രം ഉറക്കിയാൽ മതി കേട്ടോ. അമ്മ ഉറങ്ങിയേക്കരുത്. നമുക്ക് വാവ കിട്ടാനുള്ള പൂജയും കുർബാനയും ഒക്കെ ഉള്ളതാ. ആമിയുടെ പിന്നിടലിനോട് ചേർന്ന് കിടന്നവളുടെ കാതിൽ ചുണ്ടുകൊണ്ട് ഉരസി അവൻ അടക്കം പറഞ്ഞതും ആമി ഇക്കിളി പൂണ്ട് പൊട്ടിച്ചിരിച്ചു. ആ ചിരി റയാനിലേക്ക് പടർന്നതും അവനൊന്നുയർന്ന് ആദ്യം ആമിയുടെ കവിളിലും പിന്നെയാ കുഞ്ഞിക്കുറുമ്പിയുടെ കവിളിലും പതിയെ മുത്തി. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.